സർ ഒ ബി എസിൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത്, പക്ഷേ ഇങ്ങനെയാണ് കാണിക്കണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഒ ബി എസിൻ്റെ സ്ക്രീൻ ഇവിടെ വരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? സാറേ ഗുഡ് ഈവനിങ്. സാറേ ഞാനേ സെഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ജസ്റ്റ് എല്ലാം ലോഗിൻ ചെയ്തെല്ലാം റെഡി ആയിരുന്നു, ആരും ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ സാർ, ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ശരി സാർ, ശരി. ഓക്കെ സാർ, ശരി. ഹായ്, ഗുഡ് ഈവനിങ്. അനുരാഗ്, കേൾക്കാമോ? ഓഡിബിൾ ആണോ എന്നൊന്ന് പറയാമോ? അനുരാഗിൻ്റെ വോയിസ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് പറയാമോ? ജസ്റ്റ് ചാറ്റിലൊരു മെസ്സേജ് ഇടാമോ? സനൂപ്, ഗുഡ് ഈവനിങ്. സനൂപ്, എൻ്റെ വോയിസ് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ ഒരു എസ്, ചാറ്റിലൊരു എസ് ഇടാമോ? ഓക്കെ, താങ്ക് യു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ആനന്ദ് എന്നാണ്. ഞാൻ ഇന്നിപ്പോൾ നമുക്ക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂവൽ സിസ്റ്റംസ് ആണ്. ഓക്കെ,
ഫ്യൂവൽ സിസ്റ്റംസ് ഇൻ ഓട്ടോമൊബൈൽസ്. സോ നമുക്കറിയാം ഓട്ടോമൊബൈൽസിൽ പ്രൈമർലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ഐദർ പെട്രോൾ ഓർ ഡീസൽ ഫ്യൂവലാണ് അല്ലേ. നമുക്ക് ഏറ്റവും മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ഫ്യൂവൽസാണ്, പെട്രോൾ ആൻഡ് ഡീസൽ. സോ ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഓട്ടോമൊബൈൽസിൽ അല്ലെങ്കിൽ ഒരു കാറാണെങ്കിൽ, ബൈക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഓട്ടോമൊബൈൽസ് ആണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് ഫ്യൂവൽ എങ്ങനെയാണ് എൻജിൻ്റെ അകത്തേക്ക് സപ്ലൈ ചെയ്യുന്നത്, റൈറ്റ്. സോ ബേസിക്കലി നമുക്കറിയാം ഏതൊരു ഓട്ടോമൊബൈൽ എടുത്താലും അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് ഫ്യൂവലിനെ നമ്മൾ ബേൺ ചെയ്തിട്ടാണ് കെമിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. സോ ഈ ഒരു പ്രോസസ്സിന് സഹായിക്കാനുള്ള ഫ്യൂവലിനെ എങ്ങനെയാണ് നമ്മൾ എൻജിനിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ എൻജിൻ്റെ അകത്തുള്ള കമ്പഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഫ്യൂവലിനെ ബേൺ ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് ഫ്യൂവലിനെ നമ്മൾ എങ്ങനെയാണ് എത്തിക്കുന്നത്, റൈറ്റ്. സോ ഈ ഒരു പ്രോസസ്സിൽ വരുന്ന പല പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് കോമ്പോണൻസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ബേസിക്സിൽ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം, റൈറ്റ്. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു, റൈറ്റ്. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നല്ലേ? ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് ഒരു ബേസിക് ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഒരു ബേസിക് കാറിൻ്റെ അകത്ത് വരുന്ന ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്കറിയാം നമ്മളുടെ വണ്ടികളിൽ അല്ലെങ്കിൽ പഴയ കാലത്തെ വണ്ടികളിലെല്ലാം കാർബറേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്തിരുന്നു അല്ലേ, കാർബറേറ്റർ. സോ ഈ കാർബറേറ്റർ എന്ന് പറയുന്നത് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിലെ തന്നെ ഒരു കോമ്പണൻ്റ് ആണ്. സോ നമുക്ക് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ആസ് എ ഹോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു 5 or 6 കോമ്പണൻസ് ഉണ്ട്. അതിലെ സ്റ്റാർട്ടിംഗ് ആണ് ഫ്യൂവൽ ടാങ്ക് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം വെഹിക്കിളിൽ നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് ഫ്യൂവൽ ടാങ്കിനകത്തേക്കാണ്, റൈറ്റ്. സോ ഫസ്റ്റ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്നത് പെട്രോൾ ടാങ്കാണ് അല്ലെങ്കിൽ ഫ്യൂവൽ ടാങ്ക്. ദെൻ ഈ ഫ്യൂവൽ ടാങ്ക് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ പാസഞ്ചർ കാർസിലും ഒക്കെ ഫ്യൂവൽ ടാങ്ക് നോർമലി വണ്ടിയുടെ ബാക്ക് സൈഡിലായിരിക്കും കൊടുത്തിരിക്കുന്നത്, റൈറ്റ്. ബട്ട് എൻജിൻ്റെ പ്ലേസ്മെൻറ്റ് നോർമലി ഫ്രണ്ടിലായിരിക്കും. സോ നമുക്ക് ഈ ഫ്യൂവലിനെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എത്തിക്കണം, റൈറ്റ്. സോ ഈ ഒരു പ്രോസസ്സിന് നമുക്ക് ഇതിനിടയിൽ എൻജിൻ്റെയും ഫ്യൂവൽ ടാങ്കിൻ്റെ ഇടയിൽ പല കോമ്പോണൻസും വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് ഫ്യൂവൽ പൈപ്പ് അല്ലെങ്കിൽ ഫ്യൂവൽ ലൈൻസ്. ഓക്കെ, സോ ഈ ഫ്യൂവൽ പൈപ്പ് അല്ലെങ്കിൽ ഫ്യൂവൽ ലൈൻ എന്ന് പറയുന്നത് പെട്രോൾ ടാങ്കിൽ ഇരിക്കുന്ന ഫ്യൂവൽ അല്ലെങ്കിൽ ഫ്യൂവൽ ടാങ്കിൽ ഇരിക്കുന്ന ഫ്യൂവൽ പെട്രോൾ ഓർ ഡീസൽ ഇതിനെ നമുക്ക് എൻജിനിലേക്ക് എത്തിക്കാനുള്ള ആദ്യ ഒരു കോമ്പോണൻ്റ് ആണ് ഫ്യൂവൽ ലൈൻസ്, റൈറ്റ്. പിന്നെ നെക്സ്റ്റ് കോമ്പോണൻ്റ് എന്ന് പറയുന്നതാണ് ഫ്യൂവൽ പമ്പ്. ഫ്യൂവൽ പമ്പ് നമുക്കറിയാം, പമ്പ് എന്ന് പറയുന്നത് തന്നെ ആ വേർഡിൻ്റെ മീനിങ് തന്നെ എന്തെങ്കിലും ഒരു സാധനം പമ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അല്ലേ. സോ ഇവിടെ ഫ്യൂവലിനെയാണ് നമ്മൾ പമ്പ് ചെയ്യുന്നത്. സോ അത് നമ്മൾ പറയുന്ന പോലെ തന്നെ ഫ്യൂവൽ പമ്പ് എന്നാണ് പറയുന്നത്, റൈറ്റ്. സോ ഫ്യൂവൽ പമ്പിൻ്റെ ബേസിക് യൂസ് എന്ന് പറയുന്നത് ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ടാങ്കിൻ്റെ അകത്തു നിന്നുള്ള ഫ്യൂവലിനെ പമ്പ് ചെയ്ത് എൻജിനിലേക്ക് എത്തിക്കുക, റൈറ്റ്. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഫ്യൂവൽ പമ്പ്. ദെൻ കംസ് കാർബറേറ്റർ. സോ കാർബറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എൻജിൻ്റെ അകത്ത് നമ്മൾ എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും മിക്സ്ചറാണ് ബേൺ ചെയ്യുന്നത് അല്ലേ. എയർ ഫ്യൂവൽ മിക്സ്ചറാണ് നമ്മൾ ഓട്ടോമൊബൈൽ എൻജിൻസിൻ്റെ അകത്ത് കമ്പഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ബേൺ ചെയ്യുന്നത്. സോ നമുക്കറിയാം ഈ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് വരുന്ന ഫ്യൂവലിനെയും അതേപോലെ തന്നെ എയറിനെയും കൂടി മിക്സ് ചെയ്യണം. ഇത് രണ്ടിനെയും കൂടി മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് കാർബറേറ്റർ. ഓക്കെ, സോ ഒരു ബേസിക് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാർബറേറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്യൂവൽ പമ്പ് ഉണ്ടാവും, ഫ്യൂവൽ ലൈൻസ് ഉണ്ടാവും,
പെട്രോൾ ടാങ്ക് ഉണ്ടാവും. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന കോമ്പോണൻസ്. കാർബറേറ്റർ, ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ലൈൻസ് ആൻഡ് പെട്രോൾ ടാങ്ക് അല്ലെങ്കിൽ ഫ്യൂവൽ ടാങ്ക്. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന കോമ്പോണൻസ്. ഓക്കെ, മൂവിങ് ഓൺ. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് വരുന്നത് ഫ്യൂവൽ ഫീഡ് പമ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്യൂവൽ പമ്പ് എന്ന് പറഞ്ഞായിരുന്നു, റൈറ്റ്? സോ ഫ്യൂവൽ പമ്പിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഫ്യൂവലിനെ, ടാങ്കിലിരിക്കുന്ന ഫ്യൂവലിനെ പമ്പ് ചെയ്ത് എഞ്ചിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ അകത്തേക്ക് എത്തിക്കുക. ഇതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫ്യൂവൽ ഫീഡ് പമ്പ്. സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഫീഡ് പമ്പുകൾ ഉണ്ടെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് 2 ടൈപ്സ് ഓഫ് പമ്പുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് AC മെക്കാനിക്കൽ പമ്പ് ആൻഡ് രണ്ടാമത്തതാണ് SU ഇലക്ട്രിക്കൽ പമ്പ്. ഓക്കെ, AC മെക്കാനിക്കൽ പമ്പ് ആൻഡ് SU ഇലക്ട്രിക്കൽ പമ്പ്. ഓഡിബിൾ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതേപോലെ സ്ക്രീൻ വിസിബിൾ അല്ലേ? എന്തെങ്കിലും ഗ്ലിച്ച് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഫൈൻ. സോ നമുക്ക് 2 ടൈപ്സ് ഓഫ് പമ്പുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് AC മെക്കാനിക്കൽ പമ്പ് ആൻഡ് രണ്ടാമത്തെയാണ് SU ഇലക്ട്രിക്കൽ പമ്പ്. ഓക്കെ, സോ ഇതിൽ ആദ്യത്തെ AC മെക്കാനിക്കൽ പമ്പ്. അപ്പോൾ AC എന്ന് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓട്ടോമൊബൈലിൽ നമുക്ക് AC എന്ന് പറയുന്നത് ഒന്ന് എയർ കണ്ടീഷനിങ് ആണ് അല്ലേ? പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള AC ആണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ AC മെക്കാനിക്കൽ പമ്പിലെ AC എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരിൻ്റെ അബ്രീവിയേഷനാണ്. ഓക്കെ, AC. ആൻഡ് രണ്ടാമത്തത് SU എന്ന് പറയുന്നത് സെയിം അതുപോലെ തന്നെ ഈ ടൈപ്പ് ഓഫ് പമ്പ് ഡെവലപ്പ് ചെയ്ത കമ്പനിയുടെ പേരാണ്. ഓക്കെ, സ്കിമ്മർ യൂണിയൻ എന്നാണ് അതിൻ്റെ അബ്രീവിയേഷൻ. സോ അതാണ് SU. ഫൈൻ. അതേപോലെ തന്നെ AC മെക്കാനിക്കൽ പമ്പ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള 2 ടൈപ്പ് ഓഫ് ഫ്യൂവൽ പമ്പുകൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഈ AC മെക്കാനിക്കൽ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ SU ഇലക്ട്രിക്കൽ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫൈൻ. റൈറ്റ്. സോ ഇതാണ് ഒരു AC മെക്കാനിക്കൽ പമ്പ്. സോ ഈ AC മെക്കാനിക്കൽ പമ്പ് എന്ന് പറയുന്നത് ഈ നെയിം പറയുന്നത് പോലെ മെക്കാനിക്കൽ പമ്പ്. സോ ഇവിടെ നമ്മൾ ഈ പമ്പ് പ്രവർത്തിക്കാനായിട്ട് ഉള്ള എനർജി അല്ലെങ്കിൽ ഈ പമ്പിനെ ഡ്രൈവ് ചെയ്യുന്നത് മെക്കാനിക്കലിയാണ്. ഓക്കെ, സോ മെക്കാനിക്കലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻജിൻ്റെ അകത്ത് എൻജിനിൽ ഡ്രൈവ് വരുന്നത്, മെക്കാനിക്കൽ ഡ്രൈവ് വരുന്നത് എവിടെയൊക്കെയാണ്? ഔട്ട്പുട്ട് വരുന്നത് ക്രാങ്ക് ഷാഫ്റ്റിലും ക്യാം ഷാഫ്റ്റിലുമാണ് അല്ലേ? നമുക്ക് ആ ഡ്രൈവ് പുറത്തേക്ക്, എൻജിനിൽ നിന്ന് പുറത്തേക്ക് ഡ്രൈവ് എടുക്കാൻ പറ്റുന്നത് ക്രാങ്ക് ഷാഫ്റ്റിലും ക്യാം ഷാഫ്റ്റിലുമാണ്. സോ ഇവിടെ AC മെക്കാനിക്കൽ പമ്പിൽ നമ്മൾ ഡ്രൈവ് ക്യാം ഷാഫ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, സോ ക്യാം ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പമ്പ് പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ പമ്പിൻ്റെ ഒരു എന്താണ് പറയുക, ക്രോസ് സെക്ഷൻ. പമ്പിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ ഡയഗ്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ പമ്പിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫ്യൂവലിനെ പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം നമുക്കിതിൻ്റെ ബേസിക് പാർട്സുകൾ എന്തൊക്കെയാണെന്ന് പറയാം. സോ ഇതിൽ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് ഉള്ളത് സ്ട്രെയിനറാണ്. ഈ പമ്പിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനെ നമ്മൾ സ്ട്രെയിനർ എന്ന് പറയും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് ഈ പമ്പിൻ്റെ കോമ്പോണൻ്റ് ആണ് ഡയഫ്രം. ഓക്കെ, ഡയഫ്രം എന്താണ്? ഡയഫ്രം എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫിലിം പോലെയുള്ള ഒരു എന്താ പറയുക, ഒരു സർഫസ്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സർഫസിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. വൺസ് ഒരു എന്തെങ്കിലും ഒരു പ്രഷർ എക്സേർട്ട് ചെയ്താൽ അത് ഫ്ലെക്സിബിൾ ആയിട്ട് താഴേക്കും, അതേപോലെ ആ പ്രഷർ റിലീവ് ചെയ്യുമ്പോൾ തിരിച്ച് മേളിലേക്കും ഫ്ലെക്സ് ചെയ്യുന്ന ഒരു
ഒരു സർഫസ്, അതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ബലൂണൊക്കെ അല്ലേ, നമ്മൾ ബലൂൺ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് നടുക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി താഴേക്ക് പോകും അല്ലേ. സോ അതുപോലുള്ളൊരു പാർട്ടാണ് ഡയഫ്രം. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു വർക്കിംഗ് പാർട്ട്. പിന്നെ വരുന്നതാണ് പുൾ റോഡ്. ഈ പുൾ റോഡ് എന്ന് പറയുന്നത് ഈ ഡയഫ്രമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇവിടെ ഈ കൊടുത്തേക്കുന്നത്, ഈ കാണിച്ചേക്കുന്നത് സ്പ്രിങ് ആണ്. ഓക്കെ, ഇതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, സ്പ്രിങ്. ഇനി ഇതാണ് നമ്മുടെ ഫ്യൂവൽ സർക്കുലേറ്റ് ചെയ്യുന്ന ചേംബർ. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ പമ്പിൻ്റെ റൈറ്റ് സൈഡിൽ ഈ എക്സെൻട്രിക് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നതാണ് എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റ്. ക്യാം ഷാഫ്റ്റ് എന്താണെന്ന് അറിയാലോ? എന്താണ് ക്യാം ഷാഫ്റ്റ്? എഞ്ചിൻ്റെ അകത്ത് ക്യാം ഷാഫ്റ്റിൻ്റെ എന്താണ് യൂസ്? എന്താണ്? വാൽവ്സ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമാണ് നമ്മൾ ക്യാം ഷാഫ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ ഡ്രൈവാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇതാണ് ക്യാം ഷാഫ്റ്റിൻ്റെ ക്രോസ് സെക്ഷനാണ്. സോ ക്യാം ഷാഫ്റ്റ് നമുക്കറിയാം എങ്ങനെ ഇരിക്കുന്നത്, പെർഫെക്റ്റ്ലി സർക്കുലർ അല്ല അല്ലേ. അതിന് ചെറിയ രീതിയിലുള്ള ഒരു റേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാവും അല്ലേ. സോ ഇവിടെ നമ്മുടെ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഔട്ടർ പാർട്ട് ഈ പമ്പിൻ്റെ റോക്കർ ആമുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഈ റോക്കർ ആം, ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ റോക്കർ ആം എന്ന് പറയുന്നത്. സോ ഈ റോക്കർ ആം എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ബാറാണ് അല്ലെങ്കിൽ ഒരു ആമാണ്. സോ ഈ ആമിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ പിവട്ട് ചെയ്ത് വെച്ചേക്കാണ്. പിവട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അവിടെ അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. സോ ഈ റോക്കർ ആമിന് മേളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആ രീതിയിലാണ് നമ്മൾ ഇതിനെ പിവട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ വൺസ് ഈ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് കോണ്ടാക്റ്റ് ഇരിക്കുന്ന റോക്കർ ആം മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യും. ഓക്കെ, സോ ഈ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോക്കർ ആമായിട്ട് ആണ് നമ്മുടെ ഈ പുൾ റോഡ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ റോക്കർ ആമും പുൾ റോഡും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ റോക്കർ ആം താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പുൾ റോഡിനെയും അത് പിടിച്ച് താഴേക്ക് വലിക്കും. ഓക്കെ, സോ പുൾ റോഡിനെ പിടിച്ച് താഴേക്ക് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇവിടെയാണ് നമ്മുടെ ഡയഫ്രം ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഡയഫ്രം ഇരിക്കുന്നത്. ഈ പുൾ റോഡ് പിടിച്ച് താഴേക്ക് വലിക്കുമ്പോൾ ഈ ഡയഫ്രം ഓട്ടോമാറ്റിക്കലായി താഴേക്ക് സ്ട്രെച്ചായി ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പ് പോലെ ആവും താഴേക്ക്. സോ അങ്ങനെ ഈ ഡയഫ്രം താഴേക്ക് വലിയുമ്പോൾ ഈ ഒരു ചേംബറിനുള്ളിൽ ഒരു വാക്യൂം ക്രിയേറ്റ് ആവും. റൈറ്റ്, വാക്യൂം എന്ന് പറയുന്നത് എന്താണ്? എയർ ഇല്ലാത്ത ഒരു അവസ്ഥ, ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഒരു സക്ഷൻ എഫക്റ്റ് വരും. ചേംബറിനുള്ളിലേക്ക് ഒരു സക്ഷൻ എഫക്റ്റ് വരും. സോ സക്ഷൻ എഫക്റ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇവിടെ ഫ്യൂവല് ഈ ഒരു വഴി, ഈ ഇൻ എന്ന് എഴുതിയേക്കുന്ന ഈ ഒരു പോർട്ടിൽ കൂടി ഫ്യൂവല് ഉള്ളിലേക്ക് പ്രവേശിക്കും. സോ വൺസ് ഫ്യൂവൽ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ടേൺ ചെയ്ത് മുകളിലേക്ക് പോയി ഇവിടെ നിന്ന് തിരിച്ച് ഈ ഒരു സക്ഷൻ വാൽവിനെ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരും. മനസ്സിലായോ? വൺസ് ഫ്യൂവൽ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ക്യാം ഷാഫ്റ്റ് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഈ റോക്കർ ആം തിരിച്ച് മേളിലേക്ക് വരും. സോ അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? ഇവിടെ ഡയഫ്രം തിരിച്ച് മേളിലേക്ക് ആക്ട് ചെയ്യും. സോ വൺസ് ഈ ഡയഫ്രം തിരിച്ച് ആക്ട് ചെയ്യുമ്പോൾ ഈ ഫ്യൂവൽ ഇതിൻ്റെ അകത്തുനിന്ന് തിരിച്ച് നേരെ ഈ ഒരു വഴി പാസ് ചെയ്ത് പുറത്തേക്ക് എത്തും. സോ ഇങ്ങനെയാണ് ഈ ഒരു മെക്കാനിക്കൽ പമ്പിൻ്റെ പമ്പിംഗ് പ്രോസസ്സ് നടക്കുന്നത്. സോ ഇതിൻ്റെ പമ്പിംഗ് പ്രോസസ്സ് ഈ ഒരു മെത്തേഡിലാണ് നടക്കുന്നത്. ഓക്കെ, സോ ഒന്നുകൂടി പറയാം. നമുക്ക് ഇവിടെ മെയിനായിട്ട് ഡ്രൈവ് എടുക്കുന്നത് ക്യാം ഷാഫ്റ്റാണ്. ക്യാം ഷാഫ്റ്റിൻ്റെ ഇത് ക്യാമാണ്, എൻജിൻ്റെ ക്യാം ഷാഫ്റ്റാണ്. ക്യാം ഷാഫ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ എ സി മെക്കാനിക്കൽ പമ്പ് പ്രവർത്തിക്കാനുള്ള ഡ്രൈവ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പവർ എടുക്കുന്നത്. ഈ ക്യാം ഷാഫ്റ്റായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് എൻജിൻ്റെ റോക്കർ ആംസ് ആണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ പമ്പിൻ്റെ റോക്കർ ആമാണ്. സോ ക്യാം ഷാഫ്റ്റായിട്ട് കോണ്ടാക്റ്റ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് ഈ ഒരു റോക്കർ ആം മേളിലേക്കും താഴേക്കും മൂവ് ചെയ്യും. ഇതിൻ്റെ സെൻറ്റർ പോർഷനാണ് പിവട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇത് മേളിലേക്കും താഴേക്കും മൂവ് ചെയ്യും.
സോ മുകളിലേക്കും താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഡയഫ്രത്തിനെ പിടിച്ച് താഴേക്ക് വലിക്കും. ഡയഫ്രത്തിന് താഴേക്ക് വലിക്കുമ്പോൾ ഈ ഒരു ചേമ്പറിനകത്ത് വാക്യൂം ക്രിയേറ്റ് ആവും. ഈ വാക്യൂം ക്രിയേറ്റ് ആകുമ്പോൾ നമുക്ക് ആ വാക്യൂം ഫ്യൂവലിനെ ഉള്ളിലേക്ക് സക്ക് ചെയ്തെടുക്കുന്നു. വൺസ് ഫ്യൂവൽ ഉള്ളിലേക്ക് എത്തിയാൽ ഈ ഫ്യൂവൽ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് സക്ഷൻ വാൽവ് ഓപ്പണായി അകത്തേക്ക് എത്തും. തിരിച്ച് ക്യാം ഷാഫ്റ്റ് വീണ്ടും കറങ്ങുമ്പോൾ ഡയഫ്രം തിരിച്ച് മുകളിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും തിരിച്ച് ഫ്യൂവൽ ഈ ഒരു ഔട്ട്ലെറ്റ് വാൽവ് അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള രണ്ടാമത്തെ സൈഡിലുള്ള പ്രഷർ വാൽവ് ഓപ്പണായി ഈ ഫ്യൂവൽ കാർബറേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഫ്ലോ ചെയ്യും. സോ ഇതാണ് ഒരു AC മെക്കാനിക്കൽ പമ്പിൻ്റെ വർക്കിംഗ് വരുന്നത്. മനസ്സിലായോ? ഇത് ക്ലിയർ ആയോ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നതെന്ന്? അനുഗ്രഹിന് ക്ലിയർ ആണോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? സനൂപ് ചാറ്റിൽ പറയാട്ടോ, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ക്ലിയർ ആണോ എന്നുള്ളത് പറയണം കേട്ടോ, അല്ലെങ്കിൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. സോ ഇതാണ് നമ്മുടെ ഒരു AC മെക്കാനിക്കൽ പമ്പ്, AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിൻ്റെ വർക്കിംഗ്. ഫൈൻ. സോ ഇനി നമുക്ക് ഓക്കെ, ഫൈൻ. സോ ഇതിനകത്ത് നമ്മളതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുകയാണ്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി പോവാം. ദ ഡ്രൈവ് ഫ്രം ദ പമ്പ് ഈസ് ഫോർ ദ പമ്പ് ഈസ് ടേക്കൺ ഫ്രം ദ ക്യാം ഷാഫ്റ്റ് ബൈ മീൻസ് ഓഫ് ആൻ എക്സെൻട്രിക് ക്യാം. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ അകത്തു നിന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ക്യാം ഷാഫ്റ്റിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഒരു സെക്കൻഡ്. ക്യാം ഷാഫ്റ്റിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഡ്രൈവ് എടുക്കുന്നത്. ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഞ്ചിൻ്റെ അകത്തുള്ള റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഷാഫ്റ്റാണ്. വാൽവ്സ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനാണ് നമ്മൾ ക്യാം ഷാഫ്റ്റ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്. സോ ജസ്റ്റ് എ മിനിറ്റ് കേട്ടോ, 1 സെക്കൻഡ്. ഹലോ സാർ, ഹലോ. സാർ ഒരു മിനിറ്റ്. കാണാൻ പറ്റുന്നില്ലേ? ഒരാളാണ് ആകെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അനുഗ്രഹ് ടി രഘു. AMEA സ്റ്റാൻഡേർഡ് എന്നുള്ള കാണിക്കുന്ന താഴെ അത് തന്നെയല്ലേ? ആണോ? ഓക്കെ. ഒരു മിനിറ്റ്. അതിൻ്റെ അകത്ത് കാണിച്ച് അത് ഈ സ്റ്റാൻഡേർഡ് മാത്രമുള്ളതിൽ എന്ത് കാണിക്കണേ കോഴ്സുകളിൽ? ഇല്ല. ആണോ? ഒന്ന് ചോദിക്കുമോ അങ്ങനെയാണെങ്കിൽ?